Hi dear my children, നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ കാൽക്കുലേഷനിലാണ്. നമുക്ക് കുറച്ച് കോമ്പൗണ്ട്സ് കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, ശരി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്രോമിയം കണ്ടു, മാംഗനീസ് കണ്ടു. ക്രോമിയത്തിൻ്റെ കോമ്പൗണ്ടുകളൊക്കെ ശ്രദ്ധിച്ചല്ലോ. പെർക്രോമിക് ആസിഡ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, മാംഗനീസിൻ്റെ കോമ്പൗണ്ട്. ഓക്കെ, ഫെമിലിയർ ആക്കണേ അതൊക്കെ കേട്ടോ. സ്ട്രക്ചർ ശരിക്കും നോക്കി വെക്കുക, ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. ശരി, ബൈഹാർട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ചില കോമ്പൗണ്ട്സ് ഉണ്ടല്ലോ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അൺയൂഷ്വൽ കേസ് വരുന്നത്, അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. ഓക്സിജൻ്റെ എണ്ണം എത്ര, അതെങ്ങനെ വരുന്നു, പെറോക്സി എത്ര, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ശരി. നന്നായി പഠിക്കണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ല. ചെറിയ പഠിക്കുക, നന്നായി പഠിക്കട്ടോ. പിന്നെ ഇൻ ബിറ്റ്വീൻ കുറച്ച് കളിക്കുകയോ ചെയ്യുക, മനസ്സിലായോ? എൻജോയ് ചെയ്യുക, പഠിത്തം എൻജോയ് ചെയ്യുക. ഇതൊക്കെ വളരെ സിമ്പിൾ, നത്തിങ് ഈസ് ദ. ശരി, അടുത്ത് നോക്കാം. നമ്മൾ ക്രോമിയം, മാംഗനീസ് അതേമാതിരിയുള്ള കോമ്പൗണ്ടുകളൊക്കെ നമ്മൾ ഏകദേശം ഒരു രൂപത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇത് നോക്കും, FeCO 5 ടൈംസ് CO ആണത്, ശ്രദ്ധിക്കണേ. CO ആരാ? കാർബൺ മോണോക്സൈഡാണ്. തൊട്ടപ്പുറത്ത് ആരുണ്ട്? അയൺ ഉണ്ട്. കാർബൺ മോണോക്സൈഡ് എന്ന് പറയുമ്പം കാർബൺ മോണോക്സൈഡ് അയാൾ തന്നെ ഒരു ന്യൂട്രൽ കോമ്പൗണ്ടാണ്. കാർബൺ മോണോക്സൈഡ് ആണത്, ന്യൂട്രൽ കോമ്പൗണ്ടാണ്. അപ്പോൾ സി എൻ എന്ന് പറയുമ്പോൾ അത് ന്യൂട്രൽ അല്ല, അതൊരു അയോണാണ്. ഏത് അയോണാണ്? സയനൈഡ് അയോണാണ്. CN മൈനസ് ആണത്. അപ്പോൾ CN മാത്രമായിട്ട് എവിടെ കണ്ടാലും, CN എവിടെ കണ്ടാലും അത് സയനൈഡ് അയോണാണ്. നിങ്ങൾ നോക്കുക, ഇതിൻ്റെ പേരെന്താ? സോഡിയം സയനൈഡ് എന്നല്ലേ. പൊട്ടാസ്യം സയനൈഡാ. പൊട്ടാസ്യം എന്തിലാണ് വരിക? +1. അപ്പോൾ സയനൈഡ് മൊത്തം എന്തിൽ വരണം? -1 വരണം. ക്ലിയർ ആണോ? കുഴപ്പമാണോ? ഐഡിയ വന്നില്ലേ? അപ്പോൾ സയനൈഡ് അയോണാണിത്. നമ്മൾ HCN കഴിഞ്ഞ ദിവസം എടുത്തില്ലേ? HCN കഴിഞ്ഞ ദിവസം എടുത്തപ്പോൾ എന്താ കണ്ടത്? HC ട്രിപ്പിൾ ബോണ്ടൻ. നൈട്രജൻ അല്ലേ മോർ ഇലക്ട്രോനെഗറ്റീവ്? അതെ, മൊത്തം അങ്ങോട്ട് പുള്ള് ചെയ്തു. അപ്പോൾ നൈട്രജൻ എത്രയിൽ വന്നു? -3. 3 എണ്ണം അങ്ങോട്ട് പോയാൽ കാർബൺ എന്തിലാണ് വരിക? കാർബൺ അവിടെ +3. കഴിഞ്ഞില്ലേ? ഹൈഡ്രജൻ ഒരെണ്ണം അങ്ങോട്ട് കിട്ടിയില്ലേ? അതെ, -1. അപ്പോൾ കാർബൺ മൊത്തം എന്തിൽ വരും? കാർബൺ മൊത്തം +2 വരും. ഹൈഡ്രജൻ്റെ ഒരെണ്ണം ഇങ്ങോട്ട് പോയില്ലേ? അതെ, അപ്പോൾ ഹൈഡ്രജൻ +1. അപ്പോൾ മൊത്തം എന്തിൽ വന്നത്? 0. അതിൽ ഹൈഡ്രജൻ +1, കാർബൺ +2. എങ്ങനെ +2 എന്ന് മനസ്സിലായോ? എങ്ങനെ കാർബൺ ട്രിപ്പിൾ ബോണ്ട് നൈട്രജനാണ്. അപ്പം 3 എണ്ണത്തിന് ആരെടുത്തേക്ക് പോയി? ഈ ട്രിപ്പിൾ ബോണ്ടിൽ 3 എണ്ണം ആരെടുത്തേക്ക് പോയി? നൈട്രജൻ അടുത്തേക്ക്. 3 എണ്ണം അങ്ങോട്ട് പോയാൽ കാർബൺ എന്ത് വരും? +3. ഇനി കാർബൺ എവിടെ നിന്ന് കിട്ടും? ഹൈഡ്രജൻ്റെ ഒരെണ്ണം ഇങ്ങോട്ട് പുള്ളി ചെയ്ത് കിട്ടിയാൽ, ഒരെണ്ണം ഇങ്ങോട്ട് എക്സ്ട്രാ കിട്ടിയാൽ -1. അപ്പോൾ ആ ഭാഗത്ത് -1ഉം ഇത് അങ്ങോട്ട് പോയാൽ +3. അപ്പോൾ ടോട്ടൽ 3. അയ്യോ, മനസ്സിലാവില്ലേ? ഈ 3 എണ്ണം നൈട്രജൻ അടുത്തേക്ക് പോയില്ലേ? അപ്പോൾ ഈ 3 എണ്ണം നൈട്രജൻ അടുത്തേക്ക് പോയാൽ എന്ത് വരും? +3 വരും. പിന്നെ ഈ ഒരെണ്ണം അങ്ങോട്ട് കിട്ടിയില്ലേ? ആരുത്? ഹൈഡ്രജൻ്റെ. അപ്പോൾ -1. അപ്പോൾ നെറ്റ് എന്ത് വരും? അവിടെ നിന്നുള്ള -1ഉം ഇങ്ങോട്ട് പോയിരിക്കുന്ന +3. അപ്പോൾ ടോട്ടൽ 3. -1ഉം +3 ചേർന്ന 3 +2 ആയി. നിങ്ങൾക്ക് ആ കാൽക്കുലേഷൻ മനസ്സിലായോ? യെസ്. ഇനി ഹൈഡ്രജൻ്റെ ഒരെണ്ണം ഇങ്ങോട്ട് പോയാൽ +1, മൊത്തം ആഡ് ചെയ്ത് എന്താ? 0 വരും. ക്ലിയർ ആണോ? ഇനി നിങ്ങൾ ഈ സയനൈഡ് പാർട്ട് മാത്രം എടുത്തേ. സയനൈഡ് പാർട്ട് മാത്രം എടുക്ക്. കാർബണും നൈട്രജനും മാത്രം. കാർബൺ എത്ര? +2. നൈട്രജൻ എത്ര? -3. ഇത് മാത്രം എടുക്ക്. കാർബണിൻ്റെ +2, നൈട്രജൻ്റെ -3. അവിടെ ടോട്ടൽ എത്ര? +2 -3 -1 ആയി. അപ്പം CNൻ്റെ പാർട്ട് മാത്രം എടുത്താൽ, CN എന്തിലാണ് വരിക? -1ലാണ്. കത്തിച്ചോ? അപ്പോൾ പൊട്ടാസ്യം സയനൈഡ്, പൊട്ടാസ്യം എന്തിൽ? +1. അപ്പോൾ CN മൊത്തം എന്തിൽ? CN മൊത്തം -1. ഷോ, ക്ലിയർ അല്ലേ? അത് നിങ്ങൾ MgSO4 എടുക്കുക. നോക്ക് നിങ്ങൾ, ഇത് സിമ്പിൾ അല്ലേ? MgSO4 മഗ്നീഷ്യം ആൽക്കലൈൻ എർത്തല്ലേ, അയാൾ എന്തിലാണ് വരിക? +2. അപ്പോൾ സൾഫേറ്റ് മൊത്തം എന്തിൽ വരണം? സൾഫേറ്റ് മൊത്തം -2 വരണം. സൾഫേറ്റ് അയോൺ ഏതാ? SO4 2- അയോണാ. ഇങ്ങനത്തെ തന്നെയല്ലേ വരുന്നത്? ക്ലിയർ ആണോ? AgNO3 സിൽവർ എന്തിലാണ് വന്നത്? +1. അപ്പോൾ NO3 മൊത്തം എന്തിൽ വരണം? -1 വരണം. നൈട്രേറ്റ് അയോൺ NO3- അയോൺ. കാൽഷ്യം കാർബണേറ്റ് CaCO3, കാൽഷ്യം എന്തിലാണ് വന്നത്? Ca2+. അപ്പോൾ കാർബണേറ്റ് മൊത്തം എന്തിൽ വരണം? 2- കാർബണേറ്റ് അയോൺ. ക്ലിയർ ആണോ? യെസ്. ഐഡിയ വന്നോ? അപ്പോൾ CN എവിടെ കണ്ടാലും CN- ആണ്.
സി അവിടെ കണ്ടാലോ കാർബൺ മോണോക്സൈഡാ, അതാരാ, അത് ചാർജ് വൈസ് ന്യൂട്രലാ. അപ്പോൾ ശ്രദ്ധിച്ചേ, ഇവിടെ വരണേ അയൺ കാർബണിൽ നിന്നാണ് ഇതിനെ വിളിക്കുക. അയൺ കാർബണിൽ എത്ര കാർബണുകളുണ്ട്? 5 എണ്ണം. അയൺ പെൻറ്റാ കാർബണിലാണ്. അപ്പോൾ നോക്കിക്കൊണ്ടു സി ഒ മൊത്തം എന്തിലാണ് വരിക? സി ഒ ചാർജ് വൈസ് ന്യൂട്രലാണ്. 5 സി ഒക്ക് 0, അപ്പോൾ അയണ്ണും 0. അപ്പോൾ മെറ്റലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ എന്താ വന്നത്? 0ലാണ് വന്നത്. ക്ലിയർ ആണോ? മെറ്റലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തിൽ വന്നു? 0ൽ വന്നു. ഐഡിയ വന്നോ? ഇവിടെ പറയണോ? അപ്പം മെറ്റൽ കാർബണിൽസിൽ യൂഷ്വലി മെറ്റൽ എന്തിൽ വരും? 0ൽ വരും. ഇനി 0ൽ തന്നെ വരണമെന്നുണ്ടോ? 0ൽ തന്നെ വരണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇതാ നിങ്ങൾ നോക്കിയേ, എല്ലായിടത്തും 0 വരണമെന്ന് നിർബന്ധമില്ല കേട്ടോ. എവിടെ? മെറ്റൽ നോക്കിക്കൊണ്ടു. പൊട്ടാസ്യം എന്തിലാണ് വരിക? പൊട്ടാസ്യം +1 ഉറപ്പാണല്ലോ. യെസ്. കാർബൺ മോണോക്സൈഡ് ആരാ? സി ഒ ആരാ? സി ഒ ന്യൂട്രലാണ് ചാർജ് വൈസ്. അപ്പോൾ ഒരു സി ഒക്ക് 0, 4 സി ഒക്കും 0. മൊത്തം ആഡ് ചെയ്ത് എന്ത് വരണം? മൊത്തം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 വരണം. അതിന് ഇവിടെ എന്താ ഉള്ളത്? +1. അപ്പോൾ കൊബാൾട്ടിന് എത്ര വരണം? കൊബാൾട്ട് -1. സി ഒ എന്തിലാണ് വരിക? 0ൽ. പൊട്ടാസ്യം എന്തിലാണ് വരിക? +1ൽ. കോമ്പൗണ്ട് എന്താ? ചാർജ് വൈസ് ന്യൂട്രലാണ്. അപ്പോൾ ആൾജിബ്രിക് സമ്മ് എന്ത് വരണം? 0 വരണം. ഇത് ഓൾറെഡി എന്താ? +1. അപ്പോൾ കൊബാൾട്ട് എന്തിൽ വരണം? -1ൽ വരണം. അപ്പോൾ ഇത് കാർബണിലല്ലേ? അതെ, കാർബൺ മോണോക്സൈഡായിട്ട് ചേർന്ന് നിൽക്കുന്നയാളാണ്. കാർബണിൽ നിന്ന് വിളിക്കും. കാർബൺ മോണോക്സൈഡായിട്ട് ചേർന്ന് നിൽക്കുന്ന കോമ്പൗണ്ട്സിനെ കാർബണിൽ നിന്ന് വിളിച്ചു. അപ്പോൾ കാർബണിൽ 0 തന്നെ വരണമെന്നുണ്ടോ? ഇല്ല. ഡിപ്പെൻഡിങ് അപ്പോൺ ദി കാർബണിൽ ചേഞ്ച് വരാം. ഞാൻ പറഞ്ഞ് ജനറലി മെറ്റൽ കാർബണിൽസിൽ മെറ്റൽ എന്തിൽ വരാം? 0ൽ വരാം. അപ്പം നമ്മൾ ഒരു കാർബണിൽ എടുത്തു, NiCO 4 times. കണ്ടോ? സി ആരാ? കാർബൺ മോണോക്സൈഡ്. 4 പേർക്ക് 0. കംപ്ലീറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 വരണം. അപ്പോൾ നിക്കൽ എന്തിൽ വരണം? 0ൽ വരണം. അപ്പോൾ അവിടെ മെറ്റൽ 0ലല്ലേ? അതെ. 0ൽ തന്നെ എല്ലാ കാലത്തും വരണമെന്നുണ്ടോ? ഇല്ല. ഇങ്ങനെയൊക്കെ വന്നാൽ 0 എല്ലാத்தைയും വരാം. ക്ലിയർ ആണോ? അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചെയ്യാം. മനസ്സിലായ മക്കൾക്ക്? മെറ്റൽ കാർബണിൽസിൽ യൂഷ്വലി മെറ്റൽ 0ൽ. ദെൻ നെക്സ്റ്റ് വരുന്നു. നെക്സ്റ്റ് പറയട്ടെ. നെക്സ്റ്റ് നമ്മൾ വരുന്നത് NH4NO3 അമോണിയം നൈട്രേറ്റ് ആണ്. അതിൽ നൈട്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റാണ് ചോദിച്ചു. നൈട്രജൻ്റെത് അത് ശ്രദ്ധിക്കണം. അമോണിയം നൈട്രേറ്റ് എന്ന് പറഞ്ഞാൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നത് അമോണിയം അയോണും നൈട്രേറ്റ് അയോണും ആയിട്ടാണ്. അമോണിയം അയോണും നൈട്രേറ്റ് അയോണും. അമോണിയം അയോൺ എന്ന് പറയുമ്പോൾ NH4+. ഇതാണ്. ഹൈഡ്രജൻ യൂഷ്വലി എന്താ വരിക? മെറ്റൽസിൻ്റെ കൂടെ നിൽക്കുമ്പോഴാണ് ഹൈഡ്രജൻ -1ൽ വരിക. മെറ്റൽസിൻ്റെ കൂടെ നിൽക്കുമ്പോൾ, അതും ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് വേണം. ആരെക്കാളും ഹൈഡ്രജനേക്കാളും. അപ്പോൾ അവിടെ ആരെ കൂടെയുള്ളത്? നൈട്രജൻ്റെ കൂടെയുള്ളത്. ആരാ മോർ ഇലക്ട്രോ നെഗറ്റീവ്? നൈട്രജനാണ്. അപ്പോൾ നൈട്രജനാണ് നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ വരിക. അപ്പോൾ ഹൈഡ്രജൻ എന്തിലാണ് വരിക? പോസിറ്റീവില്ല. ഒരു ഹൈഡ്രജന് +1, 4 ഹൈഡ്രജനോ +4. ആൾജിബ്രിക് സമ്മ് എന്ത് വരണം? അമോണിയം അയോണാണ്, യൂണിറ്റ് പോസിറ്റീവ് ആണ്. അപ്പോൾ ആൾജിബ്രിക് സമ്മ് +1 വരണം. അപ്പോൾ -4ൻ്റെ കൂടെ -3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 ഹൈഡ്രജന് +4, +4ൻ്റെ കൂടെ -3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ +4ൻ്റെ കൂടെ -3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സം ഈക്വൽ ടു എന്ത് വരുള്ളൂ? +1 വരുള്ളൂ. ക്ലിയർ ആണോ? ആരാ മോർ ഇലക്ട്രോ നെഗറ്റീവ്? നൈട്രജൻ. അപ്പോൾ നൈട്രജൻ എന്തിലാണ് വരിക? മൈനസ് ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ വരും. അപ്പോൾ ഹൈഡ്രജൻ എന്തിൽ വരും? +ൽ വരും. ഹൈഡ്രജന് പ്ലസ് ഏതാ? +1. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 4 ഹൈഡ്രജൻ. 4 ഹൈഡ്രജന് +4. കംപ്ലീറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ +1 കിട്ടണം. +4ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്താലും +1 കിട്ടുക? -3. അപ്പോൾ -3 ആണ് ആരുടേത്? നൈട്രജൻ്റെത്. ക്ലിയർ ആണോ? ഇനി നമുക്ക് വരുന്നത് NO3- നൈട്രേറ്റ് ആണ്. ഓക്സിജൻ സാധാരണ ഓക്സിജനാണ്. നൈട്രേറ്റിലും നൈട്രൈറ്റിലൊക്കെ നോർമൽ ഓക്സിജൻ. ഒരു ഓക്സിജൻ എത്ര? -2. 3 ഓക്സിജനൂടെ -6. കംപ്ലീറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൾജിബ്രിക് സം ഈക്വൽ ടു -1 വരണം. അപ്പോൾ -6ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്താലും -1 കിട്ടുക? +5. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ -1 കിട്ടും. അപ്പോൾ നൈട്രജൻ അവിടെ എന്തിലാണ് നിൽക്കുന്നത്? +5ലാണ്. അപ്പോൾ ഒരു നൈട്രജൻ -3ലാണെങ്കിൽ മറ്റേ നൈട്രജൻ എന്തിലാണ് നിൽക്കുന്നത്? +5ലാണ്. അപ്പോൾ 2 നൈട്രജനും 2 ഡിഫറൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. മക്കളെ ഇത് സാധാരണ ഓക്സിജൻ, നോർമൽ ഓക്സിജൻ. ഒരു ഓക്സിജൻ എത്രയിൽ? -2ൽ. 3 ഓക്സിജന് -6. കംപ്ലീറ്റ് ആഡ് ചെയ്ത് എന്ത് വരണം? 0 അല്ല വരേണ്ടത്. എന്താ വരേണ്ടത്? ചാർജ് വരണം. ചാർജ് എത്രയാണ്? -1. അപ്പോൾ -6ൻ്റെ കൂടെ എത്ര കൂടെ ആഡ് ചെയ്താലും -1 കിട്ടുക? +5. ക്ലിയർ ആണോ? കോമ്പൗണ്ട് ഒന്ന് ഫെമിലിയർ ആക്കി വെക്കണേ. ദെൻ അടുത്ത് വരാം
നമ്മൾ നെക്സ്റ്റ് കോമ്പൗണ്ടിലേക്കാണ് വരുന്നത്. C3O2. C3O2നെ നമ്മൾ കാർബൺ സബ് ഓക്സൈഡ് എന്ന് പറയും. കാർബൺ സബ് ഓക്സൈഡ്. കാർബൺ സബ് ഓക്സൈഡാണ്. കാർബൺ സബ് ഓക്സൈഡ്. ക്ലിയർ ആണോ? കാർബൺ സബ് ഓക്സൈഡാണ്. ഓക്സൈഡ് അല്ലേ? അതെ. അപ്പോൾ ഒരു ഓക്സിജൻ എത്രയിൽ വരണം? -2. 2 ഓക്സിജന് -4. സം ഈക്വൽ ടു 0. അപ്പോൾ അത് എത്ര വരണം? +4 വരണം. അത് എത്ര പേർക്ക്? 3 പേർക്ക്. 3 പേർക്ക് +4. അപ്പോൾ ഒരാൾക്കോ ഓൺ ആവറേജ് 4/3. ക്ലിയർ ആണോ? സ്ട്രക്ചർ നോക്കാം. സ്ട്രക്ചർ പഠിക്കണം കേട്ടോ. C ഡബിളോ. ശരിക്കും നോക്കിയ സ്ട്രക്ചർ ഇതാണ്. C3O2. 3 കാർബൺ അങ്ങ് എഴുതാം. കാർബണിൻ്റെ വാലൻസി എത്രയാണ്? 4. അപ്പോൾ 4 ബോണ്ട് അയാൾ ഫോം ചെയ്യണം. ഓക്സിജൻ ഡൈവാലൻ്റ് 2 ബോണ്ട് അയാളും ഫോം ചെയ്യണം. അപ്പോൾ വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമ്മളത് റെപ്രസെൻറ്റ് ചെയ്തു. സ്ട്രക്ചർ ഇല്ലസ്ട്രേഷൻ നമുക്ക് സ്പെക്ട്രോസ്കോപ്പിക്കൽ ഡാറ്റ വെച്ചിട്ട് നമുക്ക് ഇല്ലസ്ട്രേറ്റ് ചെയ്തെടുക്കാവുന്നുള്ളൂ. പിന്നെ അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് വെച്ചിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ. ഇതറിയണേ കേട്ടോ മക്കളിത് നോക്കി വെക്കണം. ഇനി നോക്കിക്കൊണ്ടു. ആരതിൽ മോർ ഇലക്ട്രോനെഗറ്റീവ്? ഓക്സിജനോ കാർബണോ? ഓക്സിജൻ. എത്ര എണ്ണത്തിനെ പുള്ളി ചെയ്യും? ഈ 2 എണ്ണത്തിനെയും കൂടെ പുള്ളി ചെയ്യും. 2 എണ്ണം. ഇവിടെ 2 ഇലക്ട്രോൺ ഇല്ലേ? കാർബണിൻ്റെ 2 ഇലക്ട്രോൺ ഇത് അവിടെ കിടക്കുന്നുണ്ട്. ആ 2 എണ്ണത്തിനെയും കൂടെ പുള്ളി ചെയ്തു. 2 എണ്ണം ഇയാളുടെ അടുത്തേക്ക് വന്നില്ലേ? അതെ. 2 എണ്ണം വന്നാൽ എന്താ കൊടുക്കേണ്ടത്? -2. അപ്പോൾ ഇയാൾ 2 എണ്ണം അങ്ങോട്ട് പോയി. ക്ലിയർ ആണോ? ഇയാൾ 2 എണ്ണം അങ്ങോട്ട് പോയാൽ അപ്പോൾ അവിടെ +2. ഇയാൾ 2 എണ്ണം അങ്ങോട്ട് പോയാൽ +2. തൊട്ടപ്പുറത്ത് ആരാൾ? തൊട്ടപ്പുറത്ത് ഡബിൾ ബോണ്ടഡ് കാർബൺ തന്നെയാണ് അല്ലേ? അതെ. അപ്പം സിമിലർ ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയാണ്. അപ്പോൾ ഇലക്ട്രോൺസ് അങ്ങോട്ടും പോവില്ല ഇങ്ങോട്ടും പോവില്ല. ഈ ഇലക്ട്രോൺസ് ഉണ്ടല്ലോ അയാളടുത്തേക്ക് പോവില്ല, അവിടുത്തെ ഇങ്ങോട്ടും വരില്ല. 2 കാർബൺ അല്ലേ? 2 ഡബിൾ ബോണ്ടഡ് കാർബൺ അല്ലേ? അപ്പം ഈ 2 എണ്ണം അങ്ങോട്ട് പോയി. കാർബണിൻ്റെ 2 എണ്ണം ഇങ്ങോട്ട് പോയി. അപ്പോൾ +2. ഇനി നോക്കിയേ. ഈ കാർബൺ അപ്പുറത്തും കാർബൺ ഇപ്പുറത്തും കാർബൺ. അപ്പുറത്ത് ഡബിൾ ബോണ്ടഡ് കാർബൺ ഇപ്പുറത്തും ഡബിൾ ബോണ്ടഡ് കാർബൺ. അപ്പോൾ ഇയാൾ ഇലക്ട്രോൺ അങ്ങോട്ടും പോകുന്നില്ല ഇങ്ങോട്ടും പോകുന്നില്ല. അപ്പോൾ എന്തിൽ വന്നു? 0-ലായി. ഇനി കാർബൺ നോക്കി. ഈ കാർബണിൻ്റെ അപ്പുറത്താരാ? കാർബൺ. ഇങ്ങോട്ട് പോകുന്നില്ല. അപ്പുറത്താരാ? ഓക്സിജൻ. ഓക്സിജനിലെ മോർ ഇലക്ട്രോനെഗറ്റീവ്. അതെ. എന്ത് ചെയ്യും? ഈ 2 എണ്ണത്തിന് അങ്ങോട്ട് പുള്ളി ചെയ്യും. 2 എണ്ണം അങ്ങോട്ട് പോയാൽ കാർബൺ +2. 2 എണ്ണം ഓക്സിജന് കിട്ടിയില്ലേ? അപ്പോൾ അയാൾ -2. കണ്ടോ? അപ്പോൾ ഓക്സിജന് അവിടെയും -2 ഇവിടെയും -2. അപ്പോൾ 2 ഓക്സിജന് -4. കാർബണോ +2 +2 0. അപ്പോൾ 3 കാർബണോടെ എത്രയായി? 3 കാർബണും കൂടെ +4 ആയി. അപ്പോൾ ഒരു കാർബണോ 3 കാർബണോടെ +4. അപ്പോൾ ഒരു കാർബണോ ആവറേജ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4/3 കാർബണ. ശരിക്കും 4/3 ആണോ? അല്ല. ശരിക്കും ഒരാളത് 0, മറ്റേ ആളത് +2, മറ്റേ ആളത് +2. എത്ര കാർബൺ ഉണ്ട്? 3 കാർബൺ. അതിൽ ഡിഫറൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2ഉം 0 ആണ് വരുന്നത്. സെയിം ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്ന എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ ഉണ്ട്. സെയിം ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്ന 2 കാർബൺ ഉണ്ട്. ക്ലിയർ ആണോ? 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ വരുന്ന കാർബൺ എത്ര ഉണ്ട്? 1 എണ്ണം. +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ വരുന്ന കാർബൺ എത്ര ഉണ്ട്? 2 എണ്ണം. അങ്ങനെയൊക്കെ അതിൽ ക്വസ്റ്റ്യൻ വരിക. ആവറേജ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് നോക്കിയാൽ പെട്ടെന്ന് കിട്ടും. സ്ട്രക്ചർ വെച്ച് നിങ്ങളോട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരും. എങ്ങനെ? +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ വരുന്ന കാർബൺ എത്ര ഉണ്ട്? NCERT നോക്കണം. NCERTയിൽ കൃത്യമായിട്ട് അത് കോളത്തിൽ ഈ കോമ്പൗണ്ട് വന്നിട്ടുണ്ട്, കാർബൺ സബ് ഓക്സൈഡ്. അപ്പോൾ ശരിക്കും ഫെമിലിയർ ആക്കി വെക്കണം. ഓക്കെ, മനസ്സിലായില്ലേ പറഞ്ഞ? ഓക്സിജനിലെ മോർ ഇലക്ട്രോനെഗറ്റീവ്. ഈ 2 എണ്ണം കൂടി വരും. 2 കൂടി വരട്ടെ. അപ്പോൾ ഓക്സിജൻ -2ൽ കാർബണിൻ്റെ 2 അങ്ങോട്ട് പോയി +2. ഈ കാർബണിൻ്റെ തൊട്ടപ്പുറത്ത് ആരുന്നെയുള്ളൂ? കാർബണിനുള്ളൂ. എന്താ? ഒരു ഇലക്ട്രോനെഗറ്റിവിറ്റി. അപ്പോൾ ഈ ഇലക്ട്രോൺ അങ്ങോട്ടും പോകില്ല അങ്ങോട്ടും പോകില്ല. അപ്പോൾ ഈ ഭാഗം നോക്കേണ്ട കാര്യമില്ല. പിന്നെ നടുക്കത്തെ കാർബൺ, ഈ കാർബൺ എടുക്കുക. കാർബണിൻ്റെ അപ്പുറത്തും കാർബൺ ഇപ്പുറത്തും കാർബൺ ഒരേപോലത്തെ കാർബൺസ് ആണ്. അപ്പോൾ അങ്ങോട്ടും പോകില്ല അങ്ങോട്ടും പോകില്ല. അപ്പോൾ എന്താ? 0. പിന്നെ ഈ കാർബൺ, ആ കാർബണിൻ്റെ അപ്പുറത്ത് ആരുള്ളത്? ഓക്സിജൻ. ആ 2 എണ്ണം ആരുടെ പോയി? ഓക്സിജൻ അടുത്ത് പോയി. അപ്പോൾ ഓക്സിജൻ എത്ര കിട്ടി? -2. 2 എണ്ണം അങ്ങോട്ട് പോയാൽ കാർബൺ എന്ത് വരും? +2 വരും. ഇപ്പുറത്ത് ആരാളുള്ളത്? വീണ്ടും കാർബൺ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമോ? ഇല്ല. അപ്പോൾ ഈ കാർബൺ എന്തിലേ വരുള്ളൂ? +2ൽ. +2 വരുന്ന എത്ര കാർബൺ ഉണ്ട്? +2 വരുന്ന 2 കാർബൺ. 0 വരുന്ന എത്ര കാർബൺ ഉണ്ട്? 1 എണ്ണം. കാർബണിൻ്റെ മൊത്തം ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താ വരിക? സം ഓഫ് ഓൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് കാർബൺ ആറ്റംസ്. സം ഓഫ് ഓൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് കാർബൺ ആറ്റംസ് +4. ആവറേജ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് കാർബൺ ആറ്റം 3 ആക്കല്ലേ വരുന്നത്? 3 കാർബൺ ആറ്റം ടുഗദർ ഇൻ +4. സിംഗിൾ കാർബൺ ആറ്റം 4/3. 3 ആക്കാണ് 4, ഒരാൾക്ക് 4/3. അപ്പോൾ നോക്കണം, ക്വസ്റ്റ്യൻ നോക്കണം ഏതാ ചോദിച്ചതെന്ന്. ആവറേജ് ആണെങ്കിൽ +4/3. ഇൻഡിവിജ്വൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ചോദിച്ചെങ്കിൽ +2 +2 0.
+2 വരുന്ന എത്ര കാർബൺ ആറ്റം എന്ന് ചോദിച്ചാൽ 2 കാർബൺ ആറ്റംസ് ഇൻ +2. 0 വരുന്ന എത്ര എണ്ണം? ഒരെണ്ണം. സിംഗിൾ കാർബൺ ആറ്റം ഇൻ 0. ഐഡി വന്നോ? കാർബൺ സബ് ഓക്സൈഡാ. കാർബൺ സബ് ഓക്സൈഡാ. ക്ലിയർ അല്ലേ? Then next Br3O8. Br3O8 കണ്ടോ? യെസ്, നോർമൽ ഓക്സിജനാണ്, വേറെ അൺയൂഷ്വൽ കേസ് ഒന്നുമില്ല. ഒരു ഓക്സിജന് -2, സിംഗിൾ ഓക്സിജൻ -2, 8 such oxygen means -16. So 3 bromine together in +16. അപ്പോൾ സിംഗിൾ ബ്രോമിൻ ഇൻ +16/3. അതെന്താ? ആവറേജ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഇറ്റ് ഈസ് ദി ആവറേജ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. എങ്ങനെയാണ് വന്നത്? ബ്രോമിൻ 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 ഒക്കെ ബ്രോമിൻ കണക്റ്റഡ് ആണ്. ഡബിളോ ഡബിളോ ഡബിളോ, ദെൻ ഡബിളോ 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 ഡബിളോ. Br3O8 ടോട്ടൽ ഓക്സിജൻ 8 ആയി. ശ്രദ്ധിച്ചോ? അടുത്ത പറയട്ടെ. ബ്രോമിനെ നോക്കിയേ. ബ്രോമിൻ്റെ ഈ 2 ഓക്സിജൻ അടുത്തേക്ക് പോയി. ഓക്സിജനല്ലേ മോർ ഇലക്ട്രോനെഗറ്റീവ്. ഈ 2 ഓക്സിജൻ അടുത്തേക്ക് പുൾ ചെയ്തു. 2 ഓക്സിജൻ അടുത്തേക്ക് പുൾ ചെയ്തു. ബാക്കി പറയേ. +2. 2 ഈ ഓക്സിജൻ കൊണ്ടുപോയി. 2 ഓക്സിജൻ അടുത്തേക്ക് പോയി. അപ്പോൾ ബ്രോമിൻ +2. +2. അപ്പുറത്ത് ആര് തന്നെയാണുള്ളത്? ബ്രോമിൻ തന്നെയാണുള്ളത്. കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പോൾ 2 അങ്ങോട്ട് പോയി +2, ഇങ്ങോട്ട് പോയി +2, ഇങ്ങോട്ട് പോയി +2. അപ്പോൾ ടോട്ടൽ എത്രയായി? +6 ആയി. അവിടെ ഓക്സിജൻ എന്തെല്ലാം വരിക? ഓക്സിജൻ 2 അങ്ങോട്ട് കിട്ടി -2, ഈ ഓക്സിജൻ 2 അങ്ങോട്ട് കിട്ടി -2, ഓക്സിജൻ 2 അങ്ങോട്ട് കിട്ടി -2. ബ്രോമിന് പറഞ്ഞേ, ബ്രോമിൻ്റെ 2 ഓക്സിജൻ എടുത്ത് പോയി +2, 2 ഈ ഓക്സിജൻ എടുത്ത് പോയി +2. അപ്പോൾ ടോട്ടൽ എന്തായി? +4 ആയി. ഈ ബ്രോമിനോ? ബ്രോമിൻ്റെ 2 അങ്ങോട്ട് പോയി, ഈ 2 അങ്ങോട്ട് പോയി, ഈ 2 അങ്ങോട്ട് പോയി +6. ഓക്സിജൻ എന്താ വരിക? ഓക്സിജൻ ഇത് -2, ഇത് -2, കാരണം 2 അതിലടുത്തേക്ക് വരുന്നത്. എല്ലാവർക്കും 2 വരുന്നത്. സാധാ ഓക്സിജനാണ്, -2 പെറോക്സി ലിങ്കേജ് ഒന്നുമില്ല. അപ്പോൾ ഇനി നോക്കി, 8 ഓക്സിജൻ ഉണ്ട്. ഈച്ച് ഓക്സിജൻ ഇൻ -2, ഈച്ച് ഓക്സിജൻ -2. 8 such oxygen means 8 × -2 -16. സം ഈക്വൽ ടു 0 വരണം. അപ്പോൾ 3 ബ്രോമിൻ together in +16 അല്ലേ? പോകല്ലോ. ഇവിടെ 6 +6 +4, അപ്പോൾ എത്രയായി? 16 ആയി. +16 ആയി. അപ്പം 3 ബ്രോമിനോടെ +16 അതെ, 3 ബ്രോമിനോടെ +16. അപ്പോൾ ആവറേജ് എത്രയാണ് വരിക? 16/3. ഇൻഡിവിജ്വൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആർക്കെങ്കിലും 16/3 ഉണ്ടോ? ഇല്ല. 16/3 എന്താ? ആവറേജ് ആണ്. ഇൻഡിവിജ്വൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ് വരുന്നത്? +6ഉം +6ഉം +4ഉം. അപ്പോൾ +6ൽ വരുന്ന എത്ര ബ്രോമിൻ ഉണ്ട്? +6ൽ വരുന്ന 2 ബ്രോമിൻ ഉണ്ട്. +4ൽ വരുന്ന എത്ര ബ്രോമിൻ ഉണ്ട്? 1 ബ്രോമിൻ ഉണ്ട്. ഐഡിയ വന്നോ? ക്ലിയർ ആണോ? ഇല്ല? സ്ട്രക്ചർ ഓർമ്മിച്ച് വെക്കണം. ഇൻഡിവിജ്വൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അറിയണം, ആവറേജ് അറിയണം. ഓക്കെ. ദെൻ ഇനി നമ്മൾ വരുന്നത് Na2S4O6 സോഡിയം. പേര് പഠിക്കണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ് പേര്. ടെട്രാ തയോനേറ്റ്. സോഡിയം ടെട്രാ തയോനേറ്റ് ആണ്. തയോനേറ്റ്. ഓക്സിജൻ എത്രയിലാണ് വരിക? നോർമൽ ഓക്സിജൻ ആണ് ഇത് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഓക്സിജൻ -2ൽ 6 ഓക്സിജൻ -12, 6 ഓക്സിജൻ -12. സോഡിയം ആൽക്കലി മെറ്റൽ +1, സിംഗിൾ സോഡിയം +1, 2 such സോഡിയം +2. സം ഈക്വൽ ടു 0, സമ്മിൽ 0 വരണം. അപ്പോൾ അത് എത്ര വരണം? +10 വരണം. അപ്പോൾ +10ഉം +2 +12, അവിടെ -12 0. അപ്പോൾ 4 സൾഫറിനാണ് +10. അപ്പോൾ ഒരു സൾഫറിനോ? ഒരു സൾഫറിന് 4 പേർക്കല്ലേ +10. അപ്പോൾ ഒരാൾക്ക് എന്ത് വരും? 10/4 വരും. 10/4 എന്താടാ മക്കളെ? 2.5. 10/2.5. 2.5 അപ്പോൾ എന്തായിരിക്കും? 10/4 മീൻസ് ആവറേജ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ക്ലിയർ ആണോ? നമുക്ക് ഇൻഡിവിജ്വൽ കാണാം. നോക്കിയേ, സ്ട്രക്ചർ അറിയണം. NaO. സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ.
ഒരു വർഷം ചോദിച്ചിട്ടുണ്ട് സ്ട്രക്ചർ. എസ് 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 4 സൾഫർ ജാഥ വിളിച്ച് നിൽക്കുകയാണ്. എത്ര സൾഫർ ഉണ്ട്? 4 സൾഫർ. 4 പേര് അങ്ങോട്ട് നിൽക്കണം. സമാധാനമില്ലേ? ഓ എൻ എ. പിന്നെ ഇവിടെ ഒരു ഡബിൾ ഓക്സിജൻ, ഇവിടെ ഒരു ഡബിൾ ഓക്സിജൻ, ഇവിടെ ഒരു ഡബിൾ ഓക്സിജൻ, ഇവിടെ ഒരു ഡബിൾ ഓക്സിജൻ. ഇതാണ് സ്ട്രക്ചർ. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? Na2S4O6. ഓക്കെ. ഇനി നോക്കി, സോഡിയം ഇതിൻ്റെ കൂടെ ഓക്സിജനാണ്. ഓക്സിജനാണ് മോർ ഇലക്ട്രോനെഗറ്റീവ്. സോഡിയത്തിനും കൂടെ പുള്ളി ചെയ്യും, സൾഫറിനും കൂടെ പുള്ളി ചെയ്തു. 2 എണ്ണം കിട്ടിയില്ലേ? -2. സോഡിയം എന്തിലാണ് വരിക? +1. ഓക്സിജൻ അല്ലേ മോർ ഇലക്ട്രോനെഗറ്റീവ്, 2 എണ്ണം അങ്ങോട്ട് പുള്ളി ചെയ്തു, അപ്പോൾ ഓക്സിജന് -2. അപ്പോൾ ഈ 2 എണ്ണം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, 2 എണ്ണം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സൾഫർ +2. സൾഫറിൻ്റെ ഒരെണ്ണം ഈ ഓക്സിജൻ്റെ അടുത്ത് പുള്ളി ചെയ്തില്ലേ, അപ്പോൾ +1. സൾഫറിൻ്റെ 2 എണ്ണം ഈ ഓക്സിജൻ പുള്ളി ചെയ്തില്ലേ, +2. അവിടെ എത്രയും 2 എണ്ണം അങ്ങോട്ട് പോയാൽ +2, ഒന്ന് ഇങ്ങോട്ട് പോയാൽ +1, ഒന്ന് പോയാൽ +2. ഇവിടെ എത്രയും +5 ആയി അവിടെ സൾഫർ. ഈ സൾഫറിൻ്റെ അപ്പുറത്തും സൾഫർ, ഇപ്പുറത്തും സൾഫർ. അപ്പുറത്ത് സൾഫർ, ഇപ്പുറത്ത് സൾഫർ, അപ്പോൾ അയാൾ 0. അപ്പുറത്ത് സൾഫർ, ഇപ്പുറത്ത് സൾഫർ, 0. സിമിലർ ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റെടുത്തു. ഇനി ഇവിടെ വാ. ഓക്സിജൻ അല്ലേ മോർ ഇലക്ട്രോനെഗറ്റീവ്, അതെ. 2 എണ്ണം അയാൾ കൊണ്ടുപോകും, 2 എണ്ണം അയാൾ കൊണ്ടുപോകും, 1 എണ്ണം അയാൾ കൊണ്ടുപോകും, അപ്പോൾ എന്തിൽ വന്നു? +5. ഓക്സിജൻ അല്ലേ മോർ ഇലക്ട്രോനെഗറ്റീവ്, ഇവിടുന്നും കിട്ടി, ഇവിടുന്നും കിട്ടി, -2. സോഡിയം അല്ലേ വന്നത്, അതെ. സോഡിയം എന്തിൽ വന്നു? +1 വന്നു. ക്ലിയർ ആണോ? കുഴപ്പമില്ലല്ലോ. ഐഡിയാസ് വന്നോ? യെസ്. അപ്പോൾ നോക്കി, സൾഫർ ഇവിടെ +5, സൾഫർ ഇവിടെ +5, സൾഫർ ഇവിടെ 0, സൾഫർ ഇവിടെ 0. എത്ര സൾഫർ ഉണ്ട്? 4 സൾഫർ. അതിൽ 2 സൾഫറിന് +5, വീണ്ടും 2 സൾഫറിന് 0. അപ്പോൾ 4 സൾഫർ ഇവിടെ എത്ര വന്നു? 4 സൾഫർ ഇവിടെ 10 വന്നു. 4 പേരുടെ 10 വന്നാൽ ഒരാൾ എത്രയിലാണ് വരിക? 10/4, 2.5. അപ്പോൾ 2.5 എന്താ? ആവറേജ് ഓക്സിഡേഷൻ സ്റ്റേറ്റാണ്. ഇൻഡിവിജ്വൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താ വരുന്നത്? ഇൻഡിവിജ്വൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +5ഉം 0 വരുന്നത്. ചിലപ്പോൾ അവർ ഇങ്ങനെ ചോദിക്കും, ഡിഫറൻസ് ഇൻ ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് 2 ഡിഫറെൻറ്റ് സൾഫർ ആറ്റംസ്. ഡിഫറൻസ് ഇൻ ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് 2 ഡിഫറെൻറ്റ് സൾഫർ ആറ്റംസ്. ഡിഫറൻസ് ഇൻ ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? 5 - 0. 2 ഡിഫറെൻറ്റ് സൾഫർ ആറ്റത്തിൻ്റെ ഡിഫറൻസ് ഇൻ ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ കൃത്യമായിട്ട് അത് ഫോർമുലേറ്റ് ചെയ്യുക. Na2S4O6 എന്താ പേര്? സോഡിയം ടെട്രാ തയോനേറ്റ്. എത്ര സൾഫർ ഉണ്ട്? 4 സൾഫർ. അതിൽ 2 സൾഫർ എന്തിലാണ് നിൽക്കുന്നത്? +5. ബാക്കി 2 സൾഫർ എന്തിലാണ് നിൽക്കുന്നത്? 0. ഓക്സിജൻ എല്ലാം എന്തിലാണ് വരുന്നത്? -2. സോഡിയം എന്തിലാണ് വരുന്നത്? +1 ഈച്ച്. സം ഈക്വൽ ടു എന്ത് വരണം? 0 വരണം. അപ്പോൾ 4 സൾഫറൂടെ എത്ര വരും? +10 വരും. എങ്ങനെ? +5, 0, 0, +5, മൊത്തം +10. എത്ര പേർക്ക്? 4 പേർക്ക്. ഒരു പേരാൾക്ക് 10/4. അപ്പോൾ അതെന്താ? 2.5. എന്ത്? ആവറേജ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇൻഡിവിജ്വൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താ? 5, 5, 0, 0. ക്ലിയർ ആണോ? 5, 0, 0, 5. ഓക്കെ, യു ഗോട്ട് ഇറ്റ്. ദെൻ അടുത്ത പറയാം, H2S4O6 കണ്ടോ? Na2ന് പകരം ഞാൻ എന്താക്കി? H2 ആക്കി. ഇതാണ് NCERT എക്സസൈസിലൊരു ക്വസ്റ്റ്യൻ. Na2ന് പകരം നമ്മൾ H2 ആക്കി. അപ്പോൾ എന്താ പേര്? ടെട്രാ തയോനിക് ആസിഡ്. ഹൈഡ്രജൻ വന്നു, അപ്പോൾ ആസിഡായി. ടെട്രാ തയോനിക് ആസിഡ്. ടെട്രാ തയോനിക് ആസിഡ്. ഓക്സിജൻ എന്തിൽ വന്നു? -2. ആറ് ഓക്സിജന് -12. നേരത്തെ ചെയ്ത മാതിരി തന്നെ. സോഡിയത്തിന് പോലെ ഹൈഡ്രജൻ ആണെന്നുള്ളൂ, വേറെ ഒരു ഡിഫറൻസും ഇല്ല. എത്ര സൾഫർ ഉണ്ട്? 4 സൾഫർ ഉണ്ട്. അപ്പോൾ എന്തിലാണ് വരും? 4 പേരുടെ +10 വരും. അപ്പോൾ ഒരു സൾഫർ +5, തൊട്ടപ്പുറത്ത് 0, തൊട്ടപ്പുറത്ത് 0, ലാസ്റ്റ് 1 +5. 4 സൾഫർ ജാഥ വിളിച്ച് നിൽക്കണേ. 5, 5. 2 സൾഫറിന് 5, 5. 2 സൾഫറിന് 0, 0. ടെട്രാ തയോനിക് ആസിഡ്. മറ്റേത് സോഡിയം ടെട്രാ തയോനേറ്റ്. ഐഡിയ വന്നല്ലോ? ക്ലിയർ ആണ്? യെസ്. ദെൻ നൗ വി ഗോ ടു ദി നെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ കാർബണൽസ് പഠിച്ചു, പെറോക്സൈഡ് പഠിച്ചു, കുറേ കോമ്പൗണ്ട്സുകൾ നമ്മൾ ഫെമിലിയർ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കോമ്പൗണ്ട് കൂടെ നോക്കാം. Fe4 FeCN6 thrice. Fe4 FeCN6 thrice ആണ്. ശ്രദ്ധിച്ചാൽ ഞാൻ പെട്ടെന്ന് പറയും.
നമുക്കറിയുന്ന ഒരാൾ ഇതിലുണ്ട്, സി എൻ ആ. ഒരു സി എൻ എന്തിലാണ് വരിക? -1ൽ. എത്ര സി എൻ ഉണ്ട്? 18 സി എൻ ഉണ്ട്. 18 സി എൻ ഉണ്ട്. അപ്പം -18 ആയി. അപ്പം 5 അയനോട് എന്തിൽ വരണം? 5 അയനോട് +8 വരണം, +18 വരണം. അയണ് 4 ഉണ്ട്, അയണ് ഇവിടെ 3 ഉണ്ട്. ആ 3 തന്നെ 3 പേരുണ്ട്, കണ്ടോ? അയണ് +2ലും +3ലുമാണ് കോമൺ ആയിട്ട് വരിക. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഇവിടെയുള്ള അയണ് നമ്മൾ +3 കൊടുത്തു, അപ്പോൾ 4 × 3 +12. ഇവിടെ എത്ര അയണുണ്ട്? 3 × അതെ 1, 3 അയൺ ഇവിടെ ഉണ്ട്. ഒരു അയണ് +2 കൊടുത്തു, അപ്പോൾ 3 × +2, അപ്പോൾ എന്തായി? +6 ആയി. സം ഈക്വൽ ടു എന്തായി? +18 ആയി. ഇവിടെ ഓൾറെഡി എന്തുണ്ട്? -18 ഉണ്ട്. മക്കളെ സി എൻ, അത് സി എൻ മൈനസ്. ഒരു സി എൻ ഒരു മൈനസാണ്, സി എൻ മൊത്തം ഒരു മൈനസാണ്. എത്ര സി എൻ ഉണ്ട്? 6 × 3 18 സി എൻ ഉണ്ട്, അപ്പോൾ 18 മൈനസ്. അപ്പോൾ മൊത്തം അയൺ ആഡ് ചെയ്ത് എന്ത് വരണം? +18 വരണം. അപ്പോൾ നിങ്ങളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. നോർമലി അയൺ +2ലും +3ലും വരിക. യു ടേക്ക് ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് അയൺ ഇൻ സച്ച് എ വേ ദാറ്റ് സം ഈക്വൽ ടു +18. ആ രീതിയിൽ അത് ഫോർമുലേറ്റ് ചെയ്യണം. അത് എങ്ങനെ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ? ഇതാ നോക്ക്, അയൺ ഇവിടെ എന്തിലാണ് വന്നത്? അയൺ ഇവിടെ എന്തിലാണ് വന്നിരിക്കുന്നത്? +3. അപ്പോൾ 4 അയൺ 4 × +3 +12. സിംഗിൾ അയൺ +2 എടുക്കുക, അപ്പോൾ 3 × ഇനി ഇത് വേറെ രീതിയിൽ എടുക്കാം. എങ്ങനെയാണെന്നറിയോ? ഇവിടെ 4 ഇവിടെ 3 അല്ലേ? ഇവിടെ 4 ഇവിടെ 3 ആണ്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കണം. അപ്പോൾ മനസ്സിലായിക്കോളൂ, ഈ 3 ഈ അയണിൻ്റെ ചാർജും ഈ 4 ഇയാളുടെ മൊത്തം ചാർജും ആയിരിക്കും. ഈ 3 ഈ അയണിൻ്റെ ചാർജ്. അപ്പോൾ അയൺ എത്ര? അയൺ ഒരാളേ ഉള്ളൂ, അത് +3ൽ. ഈ 3 എടുത്ത് ഇയാൾക്ക് കൊടുക്കുക, ഈ 4 എടുത്ത് അയാളുടെ ചാർജും കൊടുക്കുക. ആരുടെ ചാർജ്? FeCN6 4-. ഈ അയോൺസ് ചേരുമ്പോഴാണ് ഈ കോമ്പൗണ്ട് കിട്ടുന്നത്. എങ്ങനെയാ? ചാർജ് വൈസ് ന്യൂട്രൽ ആക്കണമെങ്കിൽ ഈ 3 എടുത്ത് അവിടെയും കൊടുക്കുക, ഈ 4 എടുത്ത് ഇവിടെയും കൊടുക്കുക. അപ്പോഴേ ചാർജ് വൈസ് അത് ബാലൻസ് ചെയ്യും. അങ്ങനെയല്ലേ കോമ്പൗണ്ട് ഫോർമുല എഴുതാറ്? ഇയാളെ ചാർജ് എടുത്ത് അയാളെ എണ്ണം കൊടുക്കുക, അയാളെ ചാർജ് എടുത്ത് ഇയാൾ എണ്ണം കൊടുക്കുക. ഫിനിഷ്ഡ്. അപ്പോൾ അയൺ +3 മനസ്സിലായി. അപ്പോൾ കത്തണം. ഇവിടെ 3 കണ്ടില്ലേ? പിന്നെ ഒന്നും നോക്കണ്ട, ഈ അയണിൻ്റെ ചാർജ് അപ്പം +3 മനസ്സിലായിക്കൊള്ളണം. ക്ലിയർ ആണോ? ദെൻ 6 CN ആണ്, 6 മൈനസ്. മൊത്തം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരണം? 4 - വരണം. അപ്പോൾ അയൺ എന്തിൽ വരും? +2ൽ വരും. ഒരു CN ഒരു മൈനസ്, 6 CN 6 മൈനസ്, 6 മൈനസും +2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -4 സം ഈക്വൽ ടു 0. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചുള്ളൂ അത് കേട്ടോ. ഈ 3 കാണുമ്പോൾ തന്നെ മനസ്സിലായിക്കോളണം അത് ഈ അയണിൻ്റെ ചാർജ് ആണ്. അപ്പോൾ 4 അയൺ 4 3 12 +ആയി. പിന്നെ അയൺ എന്തിൽ വരണം? 2+ വരണം. അപ്പോഴും 3 അയണാണുള്ളത്. 3 അയൺ 2+ പറയുമ്പോൾ 6+ ആയി. ടോട്ടൽ എന്തായി? 18 ആയി. ക്ലിയർ അല്ലേ? ഫോർമുല വെക്കണം കേട്ടോ. പുറത്തുള്ള അയണ് +3ലും ഉള്ളിലുള്ള അയണ് +2ലും ആണത്. ഓക്കെ, അപ്പം നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാൽക്കുലേഷൻ അവിടെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.